എല്ലാവർക്കും സുഖല്ലേ? മാങ്ങ സീസണിൽ നമ്മളെല്ലാവരും റെഡിയാക്കുന്ന ഒരു റെസിപ്പിയാണ് മാങ്ങ പച്ചടി. നമ്മളെപ്പോഴും ഒരേപോലെയാണ് മാങ്ങ പച്ചടി റെഡിയാക്കാറ്. ഇപ്രാവശ്യം എൻ്റെ വീട്ടിൽ റെഡിയാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തന്നേക്കണേ. ഈ 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് റെഡിയാക്കി നോക്കും, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടാവും. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പച്ചമാങ്ങ പച്ചടി. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചുവന്ന മുളക്, കുറച്ച് വേപ്പില, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്. ഇതൊക്കെ നല്ലോണം വാട്ടിയെടുക്കാം. ഇഞ്ചി മുളക് നല്ലോണം വാടിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ചേർക്കുമ്പോൾ അതനുസരിച്ച് ചേർത്തോളൂ. ഫ്ലെയിം സിമ്മിൽ വെച്ച് മുളക് പൊടിയുടെ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 പച്ചമാങ്ങ എടുത്ത് കുറച്ച് വലിയ പീസായിട്ടാണ് മുറിച്ച് വെച്ചേക്കണേ, അതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പുളിയുള്ള മാങ്ങയാണ്. മാങ്ങയിലേക്ക് മുളക് പൊടിയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി മാങ്ങയിൽ നല്ലോണം മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ഒരുപാട് ചേർക്കണ്ട, മാങ്ങയേനെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് മാങ്ങ വേവിച്ചെടുക്കാം. മാങ്ങ വെന്തുണ്ടാവും. ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയ്ക്ക് മാങ്ങ നല്ലോണം വെന്ത് കിട്ടണം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങ വെന്തതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. 1 അച്ച് ശർക്കര എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. മാങ്ങ വെന്തതിന് ശേഷം വേണം ഈ 2 ഉപ്പും ശർക്കരയും നമുക്ക് ചേർക്കാനായിട്ട്. ശർക്കര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കരയിൽ പൊടിയോ കല്ലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കിയിട്ട് അരിച്ച് ഇതിലേക്ക് ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കണേ. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക, തിളയ്ക്കണ വരെ. അപ്പം പിരിയില്ല കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇത് കണ്ടില്ലേ, പിരിഞ്ഞു പോയിട്ടില്ല. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിരിയില്ല കേട്ടോ. ഇതിലേക്ക് 1 ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ആഡ് ചെയ്യാണ്ട് 1/4 ടീസ്പൂണേ എടുക്കാൻ പാടുള്ളൂ. അരിപ്പൊടി എടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കണതാണ്, അത് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഈ അരിപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ തേങ്ങാപ്പാലും നമ്മളെല്ലാവരും ചെയ്യുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാറില്ല, അരിപ്പൊടി ചേർക്കാറില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ 2 ഇൻഗ്രീഡിയൻസും ചേർത്ത് നിങ്ങൾ ചെയ്ത് നോക്കൂ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡിഷ് റെഡിയായി. അപ്പം എല്ലാവരും പച്ചമാങ്ങ കൊണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.